ഓം ഗും ഗുരുഭ്യോ നമ. ഓം ഗംഗണതേ നമ. എല്ലാവർക്കും ആസ്ട്രോ റീഡിംഗ് വിത്ത് ശിവ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. മറ്റൊന്നുമല്ല, ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ചാനലുകളിൽ ഒക്കെ വരുന്ന ഒന്ന് രണ്ട് വാർത്തകൾ ശ്രദ്ധിച്ചിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം വൈക്കത്തൊരു കുട്ടി, 17 വയസ്സുള്ളൊരു കുട്ടി പുഴയിലേക്ക് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്യുന്നു. അതുപോലെ ഒരു കുട്ടി സ്കൂളിൻ്റെ മേളിൽ നിന്ന് എടുത്ത് ചാടുന്നു. ഇങ്ങനെ ഒരു ആത്മഹത്യാ പ്രവണത അല്ലെങ്കിൽ എന്താ പറയുക, അച്ഛനമ്മയും പറഞ്ഞാൽ കേൾക്കാതെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, ഒച്ചയെടുക്കുക, ബഹളം എടുക്കുക, ഇങ്ങനെ അങ്ങനത്തെ ഒരു ബിഹേവിയറൽ ഇഷ്യൂസ് ഇന്നത്തെ ഒരു ടീനേജേഴ്സിൽ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാര്യം എൻ്റെ അടുക്കൽ ഒന്ന് രണ്ട് കൗൺസിലിംഗ് കേസുകൾ വന്നിരുന്നു. ഈ ഒരു ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളെല്ലാവരും നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. പ്രധാനമായിട്ടും നമ്മൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കണ്ടുവരുന്നത് ഒരു ഇപ്പോൾ ടീനേജ് ആയിട്ടിരിക്കുന്ന കുട്ടികളിലാണ് കൂടുതലായി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു കാരണം എന്നുള്ളത് അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പേരൻറ്റിങ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ. എന്നാൽ നമുക്കറിയാം, നമ്മളൊക്കെ സൗകര്യങ്ങളില്ലാത്ത എന്ന് പഠിച്ചു വളർന്നു. അവിടെ നിന്നും നമ്മൾ ഒരു ജനറേഷൻ ഗ്യാപ്പ് വരുവാണ്. ആ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് നിസ്സാരമായൊരു ഗ്യാപ്പല്ല. 90s ആൾക്കാർക്കൊക്കെ സംഭവിച്ചത്, അവർ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളിൽ അവർക്ക് അധികം സൗകര്യമോ ഇല്ലാതെ അച്ഛനമ്മയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടോ കാര്യങ്ങളോ കിട്ടിയില്ല എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് അവരവരുടെ മക്കൾക്ക് വേണ്ട സൗകര്യങ്ങൾ എല്ലാം ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. പക്ഷേ എന്ത് പറ്റി, എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട് കുട്ടികളുടെ കയ്യിൽ നിന്ന് പേരൻസിന് കിട്ടാതെ വരുമ്പോൾ അവർ വഴക്ക് പറയുന്നു. കാര്യം എന്താണ്, ഇത്രയും കുഞ്ഞിലെ നല്ല രീതിയിൽ പാമ്പർ ചെയ്ത് വളർത്തിയ ആൾക്കാർ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ആയി കഴിഞ്ഞപ്പോൾ അവർ പഠിച്ചില്ല, അല്ലെങ്കിൽ അവർ നമ്മുടെ എക്സ്പെക്റ്റേഷനകത്ത് വരുന്നില്ല എന്ന് പറഞ്ഞ് അവരെ വഴക്ക് പറയാൻ തുടങ്ങി. അപ്പോൾ ഇത് ഒരു ടോക്സിക് പേരൻറ്റിങ്ങിൻ്റെ ഒരു കാറ്റഗറിയിലോട്ട് ഈ കുട്ടികൾ എടുക്കാൻ തുടങ്ങുന്നിടത്ത് നിന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അപ്പോൾ ഞാൻ ഈ കൗൺസിലിങ്ങിന് വന്ന കുട്ടികളോട് സംസാരിച്ചെടുത്ത എല്ലായിടത്തും എനിക്ക് കിട്ടിയ റിപ്ലൈ, അമ്മ പൊതുസ്ഥലത്ത് വെച്ച് ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്നില്ല, എൻ്റെ കാര്യങ്ങളിൽ വേണ്ട രീതിയിലുള്ള ശ്രദ്ധ ചെയ്യുന്നില്ല തുടങ്ങിയ പരാതികളാണ് കൂടുതൽ കുട്ടികളിൽ ഉണ്ടായിരുന്നത്. പിന്നെ എന്താണ്, അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, അവരെ പാമ്പർ ചെയ്യുന്ന, അവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന അങ്ങനെയുള്ള റിലേഷൻഷിപ്പിലേക്ക് പോവുകയും ഈ റിലേഷൻഷിപ്പുകൾ അവരെ മിസ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻഷിപ്പുകളിലേക്ക് പോവുകയാണ്. ഇതാണ് ഈ ഒരു കാറ്റഗറി ആൾക്കാർക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. നമ്മൾ പേരൻസ് തന്നെയാണ് ഇതിന് ഒരു പരിധിവരെ കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് എന്താ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് കുട്ടികൾ ഇതിങ്ങനെ ചെയ്യുന്നു, അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ച് പോയപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുഞ്ഞിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് പ്രശ്നങ്ങളുണ്ടായാൽ നമ്മൾ കൂട്ടുകാരുടെ അടുത്ത് വൈകുന്നേരം പോയിരുന്ന് സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി ഷെയർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ഇതെല്ലാം അങ്ങ് കളിച്ചിരിച്ച് അങ്ങ് പോകുന്നു. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് സംഭവിക്കുന്നത്, അവർ സ്കൂൾ വിട്ട് വരുന്നു, ട്യൂഷന് പോകുന്നു, ട്യൂഷൻ കഴിഞ്ഞ് വന്നാൽ വീട്ടിൽ വരുന്നു വീണ്ടും പഠിക്കുന്നു. ഈ ഒരു ലൈഫിനിടയ്ക്ക് ഇവർക്ക് സംസാരിക്കുവാനോ ഉല്ലാസങ്ങൾക്കോ ഉള്ള കാര്യങ്ങൾ കിട്ടുന്നില്ലാത്ത ഒരവസ്ഥ, അതൊരു പ്രശ്നമാണ്. പിന്നെ വരുന്നത്, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തന്നെ പേരൻസ് എന്താ ചെയ്യുന്നത്, നിർബന്ധിക്കുന്നു പഠിക്കൂ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അവരുടെ രീതിക്ക് ചെയ്യാനായിട്ടുള്ള നിർബന്ധം. ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നതിന് കുഴപ്പമില്ല, ഈ ഫോൺ ഉപയോഗിക്കുന്നത് ചെക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അവിടെ സംഭവിക്കുന്നത് എന്താണ്, മക്കൾക്ക് ഇതിൻ്റെ എല്ലാ വശങ്ങളും അറിയാം, നമുക്ക് ഇതിൻ്റെ വശങ്ങൾ അറിയാതെ വരുന്നൊരു സിറ്റുവേഷനിൽ അവരത് മിസ്യൂസ് ചെയ്യുകയോ, അല്ലെങ്കിൽ അവർക്ക് മിസ്ലീഡിങ് ആയിട്ടുള്ള ഒരുപാട് കണ്ടൻസ് നമ്മുടെ ഫോണിലുണ്ട്, അപ്പോൾ അതിലോട്ടൊക്കെ പോകാനുള്ള സാധ്യതകളോ വരുന്നു എന്നുള്ളത് മറ്റൊരു കാരണമായി മാറുന്നു. അപ്പോൾ നമ്മുടെ കുട്ടികളെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ കരകയറ്റാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പ്രധാനമായിട്ടും വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മക്കളോട് സ്കൂൾ വിട്ട് വന്നാലോ അല്ലെങ്കിൽ കോളേജ് വിട്ട് വന്നാലോ അവരുടെ കൂടെ കുറച്ച് സമയം ഇരുന്ന് സംസാരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് കാര്യം. ഇത് പല പേരൻസും ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഇടയ്ക്ക് കൗൺസിലിങ്ങിന് വന്ന കുട്ടികളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അവരുടെ എല്ലാം പ്രശ്നങ്ങൾ അത് തന്നെയാണ്. അവരെ കേൾക്കാൻ ആളില്ല, അവർ പറയുന്നത് ആർക്കും മനസ്സിലാകുന്നില്ല, അവരെ ടോർച്ചർ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു, അവർക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നു. ഈ ഒറ്റപ്പെടൽ അവരെ ഡിപ്രഷനിലോട്ട് കൊണ്ടുപോകുന്നു. ഈ ഡിപ്രഷൻ വരുമ്പോൾ ഈ കുട്ടികൾ ആദ്യം എന്ത് ആലോചിക്കുന്നത്, വെയിൻ കെട്ടുക, അല്ലെങ്കിൽ ആത്മഹത്യാ ശ്രമം നടത്തുക തുടങ്ങിയ തെറ്റായ മാർഗങ്ങൾ ആദ്യം വരുന്നു. അതിനെ സർവൈവ് ചെയ്യുന്നവർ
മറ്റ് ആൾക്കാരിൽ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരിലേക്ക് അഭയം കണ്ടെത്തുന്നു. അവിടെയും പ്രശ്നമാണ്. കാര്യം ഈ സമയത്ത് അവരെ സഹായിക്കാൻ വരുന്നവർ എത്രത്തോളം നല്ല ആൾക്കാരാണെന്നുള്ളത് തിരിച്ചറിയാനുള്ള പക്വത അവർക്കില്ലാതെ പോകുന്നു എന്നുള്ളതും മറ്റൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ മക്കൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ അച്ഛനമ്മമാരും പ്രത്യേകിച്ചും ഒരു ടീനേജേഴ്സിൻ്റെ നിങ്ങളുടെ വീട്ടിൽ ഒരു ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുക. ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മിനിമം അതെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ കുട്ടികളെ ഒരു പരിധിയിലപ്പുറം സ്ട്രോങ് ആക്കാനും അവരുടെ മനസ്സിന് ഒരു കൺട്രോൾ നൽകാനും സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ടും എന്താണ്, ഒന്ന്, നിങ്ങൾ അവർ സ്കൂൾ വിട്ട് വന്നോ കോളേജ് വിട്ട് വന്നു കഴിയുമ്പോഴോ അവരെ സപ്പോർട്ട് ചെയ്തൊന്ന് സംസാരിക്കുക, അവരുടെ അടുത്തിരുന്ന് സംസാരിക്കുക, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക എന്നുള്ളതാണ് കാര്യം. ഇന്നത്തെ തലമുറയ്ക്ക് കേൾക്കാൻ ആളില്ല. ഒന്നാമത്തെ പ്രശ്നം അതാണ്. രണ്ടാമത്തെ പ്രശ്നം, അവരെ നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മൾ അവരെ ടൈറ്റായിട്ട് മോണിറ്റർ ചെയ്യുക എന്നൊരു ഫീൽ അവർക്ക് ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു ഫീൽ അവർക്ക് ഉണ്ടാകാൻ പാടില്ല. കാര്യം ഇന്നത്തെ തലമുറയ്ക്ക് പണ്ട് നമ്മൾ അച്ഛനും അമ്മാവന്മാരെയും ബഹുമാനിച്ചിരുന്ന പോലെയല്ല നമ്മുടെ ഈ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ അവർ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഫാമിലി അറ്റ്മോസ്ഫിയറിൽ എൻജോയ് ചെയ്യുന്നത് കണ്ട് ടി വിയിലും സിനിമയിലും ഒക്കെ അങ്ങനെ കണ്ടിട്ട് ആ ഒരു ഇതിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കിത് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നതും അങ്ങനെയാണ്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു പരിധിക്കപ്പുറം അവരെ കൺട്രോൾ ചെയ്യുന്ന ഫീൽ കൊടുക്കാതെ, എന്നാൽ നിയന്ത്രിക്കുന്ന സ്ഥലങ്ങളിൽ നിയന്ത്രിക്കുക. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവരുടെ ഫോണെല്ലാം വാങ്ങി സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നതൊന്നും പരിഹാരമല്ല. എല്ലാ പേരൻസും, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ എൻ്റെ എക്സ്പീരിയൻസിൽ തന്നെ പറഞ്ഞാണ്, ഈ കുട്ടികളെല്ലാം ചെയ്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കുട്ടികളുടെ അച്ഛനമ്മ ആദ്യം ചെയ്തത് എന്താണ്, ഫോൺ മേടിച്ച് സ്വിച്ച് ഓഫ് ചെയ്തു. അപ്പോൾ കുട്ടികൾ ഒന്നുകൂടി ഡിപ്രഷൻ ആവുന്ന കാര്യം എന്താണ്, അവർക്ക് ആകെ ഫോണിലാണ് എന്തെങ്കിലുമൊക്കെ ഒരു റിലാക്സേഷൻ കിട്ടിയിരുന്നെങ്കിൽ അത് ഇല്ലാതെ പോകുന്നു. അവരുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കുകയാണ് അവർ തെറ്റായ രീതിയിൽ പോകുന്നത്. അങ്ങനെയല്ല. നമ്മളപ്പോൾ എന്താ ചെയ്യേണ്ടത്, അവർക്ക് ഫോൺ കൊടുത്താൽ തന്നെയും മോണിറ്റർ ചെയ്യുക. രാത്രി 10 മണിക്ക് ശേഷം ഫോൺ കൊടുക്കാതിരിക്കുക. പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഞാൻ ഇന്നത്തെ തലമുറയിൽ കാണുന്നതാണ്, മുറി അടച്ചിട്ട് പിള്ളേർ ഒരു ടീനേജേഴ്സ് ആയി കഴിഞ്ഞാൽ തന്നെ സെപ്പറേറ്റ് മാറ്റി കിടത്തുവാണ്. അതൊന്നും തെറ്റല്ല. പക്ഷേ മാറ്റി കിടത്തുമ്പോൾ അവരുടെ മുറി അകത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് കിടക്കാൻ സമ്മതിക്കുക. കാര്യം എന്നെ ആര് ഇതിനകത്ത് എതിർത്താലും ശരിയാണ്, അത് നിങ്ങൾ അനുവദിച്ചുകൂടാ. നിങ്ങളുടെ കുട്ടികളെ അകത്തുനിന്ന് ലോക്ക് ചെയ്ത് ഒറ്റമുറിയിൽ കിടത്താൻ സമ്മതിക്കാതിരിക്കുക എന്നുള്ളത് 90% പ്രശ്നങ്ങൾക്കൊരു നമുക്ക് ഇടയ്ക്ക് കയറി ചെക്ക് ചെയ്യാനെങ്കിലും പറ്റും എന്നുള്ളതാണ്. കാര്യം ഈ കുട്ടികളകത്ത് എന്താണ് കാണിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നിങ്ങൾ സ്ട്രിക്റ്റ് ആവേണ്ടത്. അല്ലാതെ അവർ പുറത്ത് പോകുമ്പോൾ എന്തിനു പോയി, എങ്ങനെ പോയി എന്ന് ചോദിച്ച് അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ അവർ പോയി വന്നു കഴിഞ്ഞാൽ അവരോട് സംസാരിക്കുക. എവിടെയാണ് പോയത്, എന്താണ്, എങ്ങനെയാണ്, ആരൊക്കെയാണ് കൂട്ടുകാർ, ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻ ആവാ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒറ്റയ്ക്ക് മുറിയിൽ കിടത്തുന്ന കുട്ടികളാണെങ്കിൽ 10 മണിക്ക് ശേഷം നിങ്ങൾ ഫോൺ കൊടുക്കാതിരിക്കുക. ഫോൺ കൊടുത്താൽ തന്നെയും നിങ്ങളുടെ ഒബ്സർവേഷൻ മുറി അടച്ചിട്ടിട്ട് ഫോണിൽ യൂസ് ചെയ്ത് കളിക്കാൻ സമ്മതിക്കാതിരിക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ റെസ്ട്രിക്ഷൻസും അതുപോലെ സ്നേഹത്തോടെയുള്ള ഇടപെടലുമാണ് ഈ കുട്ടികൾക്ക് ഇന്നത്തെ തലമുറയിലുള്ള ടീനേജേഴ്സിന് ആവശ്യമായിട്ട് വരുന്നത്. കാര്യം ഏറ്റവും കൂടുതൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളും അതിനെക്കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത് ഈ പ്രായത്തിലുള്ളവർക്ക് ഈ ഒറ്റപ്പെടൽ, ഡിപ്രഷൻ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു വാക്കാണ് ഡിപ്രഷനാണ്. കൗൺസിലിംഗ് പോയിട്ടും പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നുമില്ല. കാര്യം കൗൺസിലിങ്ങിന് ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം അനുസരിച്ചിട്ടാണ് എല്ലാ കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്കാരും, അപ്പോൾ ഡോക്ടർമാരായാലും സൈക്കാട്രിസ്റ്റായാലും എല്ലാവരും അവർ ചെയ്യുന്ന ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്തിട്ടാണ്. പക്ഷേ ഈ കുട്ടികളുടെ പ്രശ്നങ്ങൾ പലതും ആ കുട്ടികൾ പറയുമ്പോൾ അതനുസരിച്ചിട്ട് പേരൻസിനോട് പറയുമ്പോൾ പേരൻസിൻ്റെ റെസ്പോൺസ് മോശമാണെന്നാണ് പലരും പറഞ്ഞു കേട്ടേക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ പേരൻസ് പറയുന്നത് ഞങ്ങളുടെ കൊച്ചിന് നല്ലതിന് വേണ്ടിയിട്ടാണ്, ഇങ്ങനെയാണ്. അപ്പം ഇതിൽ നിങ്ങൾ മനസ്സിലാക്കാൻ അറിയാം, നിങ്ങൾ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് ധരിച്ച് പറയുന്ന പല കാര്യങ്ങളും അവർ തെറ്റായ രീതിയിലാണ് എടുക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോട് സംസാരിക്കുക. സെൻസിറ്റീവായ കുട്ടികളാണെന്നുള്ളത് കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവരുടെ അവർക്ക് ഇറിറ്റേഷൻ വരാത്ത രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കുക. നമ്മൾ പേരൻറ്റിങ്ങിൽ നമ്മൾ സ്ട്രിക്റ്റ് ആകേണ്ടെന്നല്ല, സ്ട്രിക്റ്റ് ആകേണ്ട സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞു. എന്താണ്, ഒരു സമയത്തിൽ കൂടുതൽ ഫോൺ കൊടുക്കാതിരിക്കുക. ഒരു 10ാം ക്ലാസ് +2 ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ സ്വന്തമായിട്ട് ഫോൺ വാങ്ങി കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ തന്നെ വീട്ടിൽ വെക്കാൻ പറയുക. സ്കൂളിൽ കൊണ്ടുപോകാൻ അനുവദിക്കാതിരിക്കുക. പോലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക. ഇനി അതല്ലെങ്കിൽ കൃത്യമായി മോണിറ്റർ ചെയ്യാവുന്ന രീതിയിൽ മാത്രം ഫോണുകൾ യൂസ് ചെയ്യാൻ കൊടുക്കുക. ഫോൺ യൂസ് ചെയ്താൽ തന്നെയും നിങ്ങൾക്കും കൂടെ ഓപ്പൺ ആക്കാവുന്ന രീതിയിൽ യൂസ് ചെയ്യാൻ പറയുക. കാര്യം മിസ്ലീഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട്. മയക്കുമരുന്നായിട്ടും അല്ലാതെയും സെക്ഷുവലി ആണെങ്കിലും കുട്ടികളെ മിസ്യൂസ് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നമുക്ക് കാണുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. എന്തെങ്കിലും സംശയങ്ങളോ കൗൺസിലിങ്ങോ കാര്യങ്ങളോ ഒക്കെ വേണ്ടവർക്ക് ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.